നമസ്കാരം. പല ആളുകളും തങ്ങളുടെ മേലുദ്യോഗസ്ഥർക്ക് എതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്താറുണ്ട്. അത് പലപ്പോഴും തങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ, തങ്ങളുടെ ശബ്ദം ഉയരാതിരിക്കുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സാധാരണയായി ഉയരാറുണ്ട്. എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങളൊന്നും പൊതുസമൂഹത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. എന്നാൽ UP യിൽ നിന്നുള്ള ഒരു SI തൻ്റെ ശക്തമായ പ്രതിഷേധം, മേലധികാരിയോടുള്ള ശക്തമായ പ്രതിഷേധം മറ്റൊരു വിധത്തിലാണ് രേഖപ്പെടുത്തിയത്. അതായത് പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസിന് മുന്നിൽ തട്ടുകട നടത്തിയാണ് ഈ SI ഇപ്പോൾ സ്റ്റാറായി മാറിയിരിക്കുന്നത്. ഝാൻസിയിൽ നിന്നുള്ള മോഹിത് യാദവ് എന്ന റിസർവ് ഇൻസ്പെക്ടറാണ് ഇത്തരത്തിലുള്ള ഒരു കടന്ന കൈയിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. അതായത് ജനുവരി 15-ാം തീയതി ഈ മോഹിത് യാദവ് എന്ന വ്യക്തി അല്ലെങ്കിൽ എന്ന പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനോട് ഒരു ലീവ് ചോദിക്കുന്നു. അതിൽ വലിയ വാഗ്വാദമുണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ഒരു അവധി ഇപ്പോൾ അനുവദിക്കാനുള്ള സാഹചര്യമില്ല എന്ന് മേലുദ്യോഗസ്ഥൻ പറയുന്നു. അങ്ങനെ പിന്നീട് ഇവർ തമ്മിലുള്ള വാഗ്വാദമുണ്ടാകുന്നു. മോഹിത് യാദവ് തന്നെ സീനിയർ ഓഫീസറെ വിളിക്കുന്നു. അങ്ങനെ സീനിയർ ഓഫീസറുടെ ഓഫീസിൽ നിന്നും പോലീസ് എത്തി, മേലധികാരികളെത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പിന്നീട് പല വിധത്തിലുള്ള ചോദ്യം ചെയ്യലിൽ തെറ്റ് കുറേയൊക്കെ മോഹിത് യാദവിൻ്റെ ഭാഗത്താണ് എന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്തതോടുകൂടി വീണ്ടും ഇദ്ദേഹം മോഹിത് യാദവ് എന്ന വ്യക്തി കൂടുതൽ സമ്മർദ്ദത്തിലാവുകയും കൂടുതൽ പ്രതിഷേധ മുറകളിലേക്ക് നീങ്ങുകയും തനിക്ക് സസ്പെൻഡ് ചെയ്ത ആൾക്ക് പകുതി സാലറി കിട്ടുക എന്നുള്ളത് ഒരു സ്വാഭാവിക മര്യാദയാണ്. അങ്ങനെ തനിക്ക് പകുതി ശമ്പളം വേണ്ട, തനിക്ക് അല്ലാതെ തന്നെ ജോലി ചെയ്ത് തൻ്റെ കുടുംബത്തെ പുലർത്താൻ കഴിയുമെന്ന് അവിടെ വെച്ച് തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുകയും അടുത്ത ദിവസം മുതൽ ഈ മോഹിത് യാദവിനെ പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നത് പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസിന് മുന്നിലെ പൊതുനിരത്തിൽ തട്ടുകടയുമായി രംഗപ്രവേശം ചെയ്യുന്നതാണ്. അതായത് ഈ തട്ടുകടയിൽ ചായ അടിക്കുകയും കാപ്പി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം പൊതുജനങ്ങൾക്ക് നൽകുന്ന കാഴ്ചയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. എന്തായാലും പിന്നീട് പോലീസ് വകുപ്പിൽ ഉണ്ടായ തീരുമാനം എന്താണ്, ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും ഇദ്ദേഹം തട്ടുകട നടത്തുന്നതിനുള്ള ദൃശ്യങ്ങളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറുകയാണ്.